നെയ്യാറ്റിൻകര ഈരാറ്റിൻപുറത്ത് നെയ്യാറിൽ കുളിക്കാനിറങ്ങിയ +2 വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കാട്ടാക്കട തൂങ്ങാംപാറ പവിത്രത്തിൽ അനിൽകുമാർ രജനി ദമ്പതികളുടെ മകൻ 18 വയസ്സുള്ള അഭിനവാണ് മരണമടഞ്ഞത്. അഭിനവിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ട അഭിനന്ദിനെ സുഹൃത്തുക്കൾ ചേർന്ന് രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് കാട്ടാക്കട PR വില്യം സ്കൂളിലെ +2 വിദ്യാർത്ഥികളായ 7 പേർ ഈരാറ്റിൻപുറത്തെത്തിയത്. നെയ്യാറിൽ വെള്ളം കുറവായതിനാൽ കുഴിയെ നിസാരവൽക്കരിച്ച വിദ്യാർത്ഥികൾ പൊടുന്നനെ കുഴിയിൽ അകപ്പെടുകയായിരുന്നു. പാറക്കല്ലുകൾക്കിടയിൽ കിടങ്ങുകളും ചെറുഗർത്തങ്ങളും കൊണ്ട് നിറഞ്ഞ ഈരാറ്റിൻപുറത്ത് കുളിക്കുന്നത് വലിയ അപകടം വിളിച്ചു വരുത്തുന്നതുമാണ്. നെയ്യാറ്റിൻകര ഫയർഫോഴ്സും നെയ്യാറ്റിൻകര പോലീസും ആര്യങ്കോട് പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അപകട സൂചന നൽകിയിരുന്ന ബോർഡിന് സമീപത്താണ് വിദ്യാർത്ഥികൾ കുളിച്ചത്. അടിയന്തരമായി ഈരാറ്റിൻപുറത്ത് ഒരു സെക്യൂരിറ്റിയെ കൂടി നിയമിക്കണമെന്ന് വാർഡ് കൗൺസിലർ സാം പറഞ്ഞു. കാട്ടാക്കട പഞ്ചായത്തിലെ അല്ലെങ്കിൽ കാട്ടാക്കട താലൂക്കിലെ തൂങ്ങാംപാറ ഭാഗത്തു നിന്ന് വന്ന 4 പിള്ളേരാണ്. അത് ഈ മരിച്ച അഭിനവ് എന്ന് പറയുന്ന ആ കുട്ടി 18 വയസ്സ് തികയുന്നതേ ഉള്ളൂ. കാട്ടാക്കട PR വില്യം സ്കൂളിലെ വിദ്യാർത്ഥി എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. അപ്പോൾ അതിൽ 3 പേര് വീഴുകയും ഒരാൾ നീന്തി രക്ഷപ്പെടുകയും ഒരാളിന് ആംബുലൻസിൽ തന്നെ വെള്ളം കുടിച്ചതിൻ്റെ ഫലമായിട്ട് അത്യാസന്ന നിലയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ എനിക്കറിഞ്ഞു. ഒരാളിൻ്റെ ബോഡി ഇപ്പോൾ ഈ സമയത്ത് തന്നെ കിട്ടുകയും ചെയ്തു. ഇവിടെ നെയ്യാറ്റിൻകര നഗരസഭ ഉണർന്ന് പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഇവിടെ ഇപ്പോൾ ഒരു വാർഡൻ മാത്രമേ അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമേ നമുക്കിവിടെ നമ്മുടെ ഈ ഈരാറ്റുപുറം ടൂറിസ്റ്റ് കേന്ദ്രത്തിലുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഈ പാറക്കൂട്ടങ്ങളുടെ ഈ ഭാഗത്ത് ഇറങ്ങുന്നിടത്ത് ഒന്നിലധികം ഗാർഡുകളെ കൂടെ നിയമിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ ഇനി മേൽ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി നെയ്യാറ്റിൻകര നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.